നമസ്കാരം. മിഡിൽ ഈസ്റ്റിലെ സമാധാന ചർച്ചകളെല്ലാം പൂർണ്ണമായും തകിടം മറിഞ്ഞതായി വ്യക്തമാക്കിക്കൊണ്ട് ഇറാനെതിരെയുള്ള നാവിക ഉപരോധം കൂടുതൽ കർശനമാക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നു. പശ്ചിമേഷ്യയെ വൻ യുദ്ധത്തിന്റെ നിഴലാക്കുന്നതാണ് പുതിയ തീരുമാനം. നാവിക യുദ്ധ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിജയകരമായ ഉപരോധമാണ് അമേരിക്ക ഇറാനെതിരെ നടപ്പിലാക്കുന്നതെന്ന് അവകാശപ്പെട്ട ട്രംപ് തന്റെ പോസ്റ്റിനൊടുവിൽ അല്ലാഹുവിന് സ്തുതി, പ്രൈസ് ബി ടു അല്ലാഹ് എന്ന് കുറിച്ചതാണ് ഇപ്പോൾ അന്താരാഷ്ട്ര നയതന്ത്ര വൃത്തങ്ങളെ പോലും ഞെട്ടിച്ചിരിക്കുന്നത്. സമാധാന കരാറിനായുള്ള ചർച്ചകൾ അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോയതിന് ഇറാന് വൻ വില നൽകേണ്ടി വരുമെന്നും ഒരു കാലത്ത് മേഖലയെ വിറപ്പിച്ചിരുന്നവർ വെറും വാക്കുകളിൽ മാത്രമായി ഒതുങ്ങിയെന്നും ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ പരിഹസിച്ചു. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ഇറാന്റെ ഷഹീദ് ഡ്രോൺ അമേരിക്കൻ സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതോടെയാണ് ആഴ്ചകളായി തുടർന്നിരുന്ന അശാന്തി പുതിയൊരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് വഴിമാറിയത്. ഇതിന് തിരിച്ചടിയായി ഇറാന്റെ വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് US വ്യോമസേനയും നാവികസേനയും അതിശക്തമായ ബോംബാക്രമണമാണ് നടത്തിയത്. ഇറാന്റെ നാവിക വ്യോമസേനകൾ ഇപ്പോൾ പൂർണ്ണമായും തകർന്ന നിലയിലാണെന്നും അമേരിക്ക തീർത്ത നാവിക ഉപരോധം ഒരു ഉരുക്കുമതിൽ പോലെ ശക്തമാണെന്നും ട്രംപ് അവകാശപ്പെടുന്നു. ഉപരോധം മൂലം വിദേശ വ്യാപാരം പൂർണ്ണമായും നിലച്ച ഇറാൻ സ്വന്തം സൈന്യത്തിന് ശമ്പളം നൽകാൻ പോലും പണമില്ലാത്ത പരാജയപ്പെട്ട രാജ്യമായി മാറിയെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. US പ്രസിഡന്റിന്റെ കർശന നിർദ്ദേശത്തെ തുടർന്ന് US സെൻട്രൽ കമാൻഡ് ഇറാനിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പ്രതികാര ആക്രമണങ്ങൾ ആരംഭിച്ചതായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. US യുദ്ധവിമാനങ്ങൾ, ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനുകൾ, നിരീക്ഷണ റഡാറുകൾ എന്നിവയ്ക്ക് നേരെയാണ് പ്രധാനമായും ബോംബ് വർഷം നടത്തിയത്. ഇറാന്റെ പ്രധാന തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലും ഖ്വേഷം ദ്വീപിന് പരിസരത്തും ശക്തമായ US ആക്രമണം ഉണ്ടായതായി ഇറാൻ ഭരണകൂടം സമ്മതിച്ചിട്ടുണ്ടെങ്കിലും നാശനഷ്ടങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ പുറത്തുവിടാൻ അവർ തയ്യാറായിട്ടില്ല. അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ അനാവശ്യമായ കടന്നുകയറ്റത്തിന് കൃത്യമായ മറുപടി നൽകുമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. US വ്യോമാക്രമണത്തിന് തൊട്ടു പിന്നാലെ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സഖ്യരാജ്യങ്ങൾക്ക് നേരെ ഇറാൻ വ്യാപകമായ മിസൈൽ ആക്രമണം അഴിച്ചുവിട്ടത് അന്താരാഷ്ട്ര സമൂഹത്തെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. അമേരിക്കൻ സൈനിക സാന്നിധ്യമുള്ള ബഹ്റൈൻ, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലെ താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇറാൻ മിസൈലുകൾ തൊടുത്തുവിട്ടത്. ഇതേ തുടർന്ന് ഇരു രാജ്യങ്ങളിലും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അടിയന്തരമായി സജ്ജമാക്കുകയും വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങുകയും ചെയ്തു. ഇതിനു പുറമെ US സൈന്യത്തിന് ആതിഥേയത്വം വഹിക്കുന്ന ജോർദാനിലെ വ്യോമത്താവളം ലക്ഷ്യമാക്കി ഇറാൻ തൊടുത്തുവിട്ട 5 മിസൈലുകൾ ജോർദാൻ സൈന്യം ആകാശത്ത് വെച്ച് വിജയകരമായി വെടിവെച്ചിട്ടതായും റിപ്പോർട്ടുകളുണ്ട്. തങ്ങളുടെ പ്രദേശത്തിനു നേരെ ഉണ്ടാകുന്ന യാതൊരുവിധ ഭീഷണികളും മറുപടിയില്ലാതെ പോകില്ലെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചി വ്യക്തമാക്കി. തങ്ങൾക്ക് നയതന്ത്രത്തിന്റെ ഭാഷ മാത്രമല്ല മറ്റ് ഭാഷകളും അറിയാമെന്ന് മുന്നറിയിപ്പ് നൽകിയ അദ്ദേഹം സുരക്ഷിതമായിരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വിദേശ സൈന്യം മിഡിൽ ഈസ്റ്റ് വിട്ടുപോകണമെന്നും ആവശ്യപ്പെട്ടു. ഹോർമൂസ് കടലിടുക്ക് അന്താരാഷ്ട്ര ജലാശയമല്ലെന്നും അത് ഇറാനും ഒമാനും പങ്കിടുന്ന പ്രദേശമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്നാലും ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചുകൊണ്ടാണ് ഇറാന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിൽ കരാറുകൾ ഉണ്ടാകുമെന്നും സമവായ ചർച്ചകൾ പുരോഗതിയോടെ പോകുമെന്നും സമാധാനം ഉണ്ടാകുമെന്നും പ്രതീക്ഷിച്ചിരുന്ന ഘട്ടത്തിലാണ് അമേരിക്കയുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ വിമാനങ്ങളെ ഇറാന്റെ ഡ്രോൺ ആക്രമിച്ചത്. തുടർന്ന് എന്തായാലും പശ്ചിമേഷ്യയിൽ യുദ്ധം മുറുകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്.